ഹലോ, വെൽക്കം ബാക്ക്. ഐ എം ഉഷ രഘുനന്ദനൻ. ഡിവിഷനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഡിവിഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഈക്വലി ഷെയറിംഗ് ആണ് അല്ലേ? ഒരേപോലെ തുല്യമായി പങ്കിടുക എന്നുള്ളതാണ് ഡിവിഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഡിവിഷന്റെ കുറച്ച് പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് രണ്ട് സംഖ്യ തമ്മിൽ ഹരിക്കുമ്പോൾ യൂസ് ചെയ്യാനുള്ള സിമ്പിളാണ്. എന്ന് വെച്ചാൽ ചിഹ്നമാണ്. ഇത് ഡിവിഷന്റെ ഒരു സിമ്പിളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, 9 ചോക്ലേറ്റ് 3 കുട്ടികൾക്ക് തുല്യമായിട്ട് എങ്ങനെ വീതിക്കാം. അപ്പോൾ നമുക്ക് 3 എന്ന ഉത്തരം കിട്ടി. ഓരോ കുട്ടികൾക്കും 3 വീതം ചോക്ലേറ്റ് കിട്ടി. അപ്പോൾ അതിനെ നമുക്ക് എഴുതണം, മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ എഴുതണം എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? 9 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഈ 9 നമ്മൾ ഇങ്ങനെയാണ് ക്രിയ ചെയ്യുക. 9 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 9ൽ എത്ര 3 ഉണ്ട് എന്ന് നോക്കും. 3 ഉണ്ട്. സോ 3 × 3 9. 9 നിന്ന് 9 പോയാൽ ശിഷ്ടം എത്ര കിട്ടി? 0 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കി നോക്കൂ, ഈ പാർട്സ് ഒന്ന് നോക്കൂ. ഇവിടെ ഈ 9 എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുക, ഹാര്യം. ഓക്കെ, ഇനി എത്ര ആള് തമ്മിലാണ് നമ്മൾ പങ്കിടുന്നത്? 3 സ്റ്റുഡൻസ്, 3 കുട്ടികൾക്കാണ് നമ്മൾ വിധിച്ചു കൊടുക്കുന്നത്. അതാണ് നമ്മളുടെ ഡിവൈസർ, ഹാരകം. ഇനി അപ്പോൾ അങ്ങനെ ഹരിച്ചു നോക്കിയപ്പോൾ നമുക്ക് കിട്ടി ഓരോരുത്തർക്കും എന്താണ് 3 ചോക്ലേറ്റ് വീതം നമുക്ക് കൊടുക്കാൻ പറ്റുന്നു അല്ലേ? അപ്പോൾ ആ ഒരു 3 എന്നുള്ള ഉത്തരം കിട്ടിയതിനെ നമ്മൾ എന്ത് പറയും? കോഷ്യന്റ്, ഹരണഫലം. നമുക്ക് ഇത്ര കൊടുക്കാൻ പറ്റിയെന്നില്ല, അവിടുന്ന് ആൻസർ കിട്ടി. ഇനി അപ്പൊ 3 വെച്ച് കൊടുത്തപ്പോ നമുക്ക് എന്തെങ്കിലും അവിടെ ചോക്ലേറ്റ് ബാക്കിയുണ്ടോ? ഇല്ല. അപ്പൊ ശിഷ്ടം നമുക്ക് എന്ത് കിട്ടി? 0. അതിനെ നമ്മൾ ശിഷ്ടം എന്ന് പറയുന്നത് റിമൈൻഡർ. അപ്പൊ എത്ര ഭാഗമായി ഹരിക്കുമ്പോ? 4 ഭാഗം കിട്ടിയോ? ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ അല്ലേ? അപ്പൊ ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഇനി നമുക്ക് ഹരിക്കുമ്പോ 2 മെത്തേഡാണ് നമുക്കുള്ളത്. ഒന്ന് ശിഷ്ടം വരുന്നതും ഒന്ന് ശിഷ്ടം വരാത്തതും. അപ്പൊ ഇവിടെ ഇത് നമ്മൾ ചെയ്തത് ശിഷ്ടം വരാത്തത് എന്ന് വെച്ചാൽ ശിഷ്ടം വരാത്തത് എന്ന് പറഞ്ഞാൽ ശിഷ്ടം 0. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം 0 ആണ് കിട്ടുക. റിമൈൻഡർ എന്തായി? 0. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 20 ചോക്ലേറ്റ് ആണ് എനിക്ക് 4 കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കേണ്ടത് എന്ന് വിചാരിക്കുക. ഐ ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് 20 ചോക്ലേറ്റ്സ് ഇൻ ബിറ്റ്വീൻ 4 സ്റ്റുഡൻസ്. അപ്പൊ ഈക്വൽ ആയിട്ട് ഓരോരുത്തർക്കും എത്ര കിട്ടും എന്ന് നമ്മൾ എങ്ങനെ നോക്കുക? 20നെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചെടുക്കും. 20ൽ എത്ര 4 ഉണ്ട്? 4 5 20. 20 നിന്ന് 20 പോയാൽ 0. അപ്പോൾ ഓരോ കുട്ടികൾക്കും നമുക്ക് എത്ര ചോക്ലേറ്റ് കൊടുക്കാൻ പറ്റി? 5 ചോക്ലേറ്റ് കൊടുക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ് കൊടുത്തപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? ഇല്ല. ശിഷ്ടം 0 ആണ്. അതൊരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് 0 റിമൈൻഡർ ഡിവിഷനും മറ്റെന്താണ്? ഡിവിഷൻ വിത്ത് റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മളിപ്പോൾ ചെയ്തത് തന്നെയാണ്. നമ്മൾ ഈ ഫസ്റ്റ് ഇപ്പോൾ 2 കണക്ക് ചെയ്തു. 9 ഡിവൈഡഡ് ബൈ 3, അവിടെ നമുക്ക് ശിഷ്ടം റിമൈൻഡർ എന്ത്? 0 കിട്ടി. അതേപോലെ തന്നെ ഡിവിഷൻ വിത്ത് റിമൈൻഡർ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ ഈ 2 കണക്കും ഷോ ചെയ്യുന്നത്. ഇവിടെ രണ്ടും എന്താണ്? ശിഷ്ടം നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ, അത് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ആദ്യത്തെ മെത്തേഡ് നമുക്ക് ഒരു കണക്കും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 30 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ടീച്ചർ പറയാണ് 30 സ്റ്റുഡൻസ് ഉണ്ട്, എനിക്ക് ഈ ഒരു 30 സ്റ്റുഡൻസിനെ കുറച്ച് ഗ്രൂപ്പ് ആക്കണം, 5 കുട്ടികളുടെ ഗ്രൂപ്പ് ആക്കണം എന്ന് ടീച്ചർ പറയാണ്. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്, ടീച്ചർക്ക് അതിനെ ഗ്രൂപ്പ് ആക്കണം. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 5 കുട്ടികളെ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് എത്ര ഗ്രൂപ്പ് അതിന് കിട്ടും ഒരു ക്ലാസ്സിൽ നിന്ന്? അങ്ങനെ നോക്കുക. 30നെ നമ്മൾ എന്ത് ചെയ്യും? എത്ര കുട്ടികൾ വേണം ഒരു ഗ്രൂപ്പിൽ? 5 കുട്ടികൾ അല്ലേ? അപ്പോൾ ഓരോ ഗ്രൂപ്പിലും എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികൾ. അപ്പോൾ 5 കുട്ടികളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ 30നെ 5 കുട്ടികളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഗ്രൂപ്പ് അവിടെ കിട്ടും? എത്ര ഗ്രൂപ്പ് കിട്ടും? 6 ഗ്രൂപ്പ്. 5 കുട്ടികളുള്ള 6 ഗ്രൂപ്പ് നമുക്ക് അവിടെ കിട്ടി. 5 × 6 30 കുട്ടികൾ. ഓക്കെ, അപ്പോൾ 30നെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും? 30 ഡിവൈഡഡ് ബൈ 5, 6 × 5 30. ശിഷ്ടം എത്രയാണ്?
0 അല്ലേ? നമ്മൾ ഡിവൈസറും ഡിവിഡൻറ്റും കോഷ്യന്റും റിമൈൻഡറും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡിവിഷൻ ചെയ്യുക. അതിപ്പോൾ ലോങ് ഡിവിഷൻ ആകുമ്പോഴാണ് കൂടുതൽ അങ്ങനെ ചെയ്യുക. ഓക്കെ, ചെറിയ ചെറിയ ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് എന്താണ്? സീറോ റിമൈൻഡർ, ശിഷ്ടം ഒന്നും വരാത്ത ഒരു ഡിവിഷൻ മെത്തേഡ്. ഇനി ശിഷ്ടം വരുന്ന ഒരു ഡിവിഷൻ മെത്തേഡ് നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 17 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ 17 ആപ്പിൾസ് ഉണ്ട്. എനിക്ക് 4 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എന്താ ചെയ്യുക? 17 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, 17നെ ഞാൻ എന്ത് ചെയ്യും? എത്ര കുട്ടികൾ തമ്മിലാണ് എനിക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്? 4 കുട്ടികൾക്ക് തുല്യമായിട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ നോക്കും, എന്ത് നോക്കും? 17 എത്ര 4 ഉണ്ട്? 4ന്റെ ഗുണന പട്ടിക ചൊല്ലുക. 4 × 4 എത്രയാണ്? 16. 7 6 പോയാൽ ശിഷ്ടം 1. അപ്പൊ എനിക്ക് എത്ര കൊടുക്കാൻ പറ്റി? ഓരോ കുട്ടികൾക്കും എനിക്ക് 4 ആപ്പിൾസ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റി. അപ്പൊ ഈ 4 ആപ്പിൾസും കൊടുത്തപ്പോ 16 ആപ്പിൾ എന്ത് ചെയ്തു? അവിടെ പോയി. ഇനി എത്ര ആപ്പിൾ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്? 1 ബാക്കിയുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ശിഷ്ടം, റിമൈൻഡർ 1. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ശിഷ്ടം വരുന്ന ഒരു മെത്തേഡും ഉണ്ട്, ശിഷ്ടം വരാത്തൊരു മെത്തേഡ്. ശിഷ്ടം വരാത്തെന്ന് പറഞ്ഞാൽ 0 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോണ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ 2 മെത്തേഡുമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഡിവിഷനിൽ ഉള്ളത്. ഇനി ഡെയിലി നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ ഡിവിഷൻ യൂസ് ചെയ്യുന്നത്? നമ്മൾ അധികം ഡെയിലി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ പറയണത്? പണം ചെലവഴിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പിസ്സ മേടിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ 4 ഫ്രണ്ട്സ് വെച്ചിട്ട് നിങ്ങൾ പിസ്സ മേടിച്ചു. ഒരു 400 റുപ്പീസിന് മേടിച്ചു എന്ന് വിചാരിക്കും. 4 കുട്ടികൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? 400 രൂപയ്ക്ക് ഒരു പിസ്സ മേടിച്ചു. അപ്പോൾ ഓരോരുത്തരും നിങ്ങൾ എത്ര രൂപ കൊടുക്കണം? ഇത് മനക്കണക്കായിട്ട് ചെയ്യാം. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കൊന്നും വേണ്ട അല്ലേ? 400നെ 4 ആളായിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ കുട്ടികൾ എത്ര രൂപ കൊടുക്കണം? 100 രൂപ കൊടുക്കണം അല്ലേ? 100 + 100 + 100 + 100 ആണ് എന്ത്? 400 എന്ന് വരുന്നത്. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യണതാണ്. ഓക്കെ, പിന്നെ നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. ഒരു 48 കുട്ടികളുണ്ട് നിങ്ങളുടെ ഗ്രൗണ്ടിൽ. ജസ്റ്റ് ഒരു ചെറിയ ഒരു ക്ലാസ്സിന് നമ്മൾ കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. ഒരു ഗ്രൗണ്ടിലേക്ക് 48 കുട്ടികളുണ്ട്. അപ്പോൾ ടീച്ചർ പറയാണ് ഓരോ റോയിലും എത്ര കുട്ടികൾ മതി? 6 കുട്ടികളെ വെച്ചിട്ട് വീതം ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറയാണ്. ഒരു റോയിൽ എത്ര കുട്ടികൾ മതി? ഇങ്ങനെ 6 കുട്ടികളെ നിർത്തിയാൽ മതി. അപ്പൊ അങ്ങനെ 6 കുട്ടികളെ നിർത്തിയാൽ മതി എന്ന് വെച്ചാൽ ആ ടീച്ചർക്ക് അവിടെ എത്ര റോ കിട്ടും? എത്ര വരി കിട്ടും? ഇനി നോക്കി നോക്കാം അല്ലെ? 48നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 6 കുട്ടികളെ ഡിവൈഡ് ചെയ്താൽ അവിടെ എത്ര നമ്പർ ഓഫ് റോസ് കിട്ടും? സോറി, 8. എത്ര നമ്പർ ഓഫ് റോസ് കിട്ടും? 8 നമ്പർ ഓഫ് റോസ് കിട്ടും. 6 × 8 48 അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തും യൂസ് ചെയ്യണതാണ്. അപ്പോൾ ഹരണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഒരിക്കലും എന്താണ് ഒരു ക്ലാസ്സിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഗുണപട്ടിക പഠിക്കണം. ഗുണപട്ടിക പഠിച്ചാൽ ഒരു 20 വരെ ഒന്നും പഠിക്കേണ്ട, 1 മുതൽ 10 വരെ ടേബിൾസ് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എന്തായാലും സുഖമായിട്ട് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എത്ര ലോങ് ഡിവിഷൻ ആണെങ്കിലും അത് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ 3 ഡിജിറ്റും 2 ഡിജിറ്റും വെച്ചിട്ട് 1 ഡിജിറ്റ് സംഖ്യയോട് ഡിവൈഡ് ചെയ്യുന്നതും 2 അക്ക സംഖ്യയോട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ബാക്കി കൂടുതൽ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye.